ഗാന്ധർവം, ജാക്ക്പോട്ട്, ഇടവങ്കോട് ദേശം തുടങ്ങിയ ചിത്രങ്ങൾ ബാലതാരമായി അഭിനയിച്ചെങ്കിലും മലയാളികൾക്ക് നിശാൽ ചന്ദ്ര സുപരിചിതനായത് നടി കാവ്യ മാധവനുമായുള്ള വിവാഹശേഷമാണ്. 2021 ആളും ആരവവുമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹം. അന്ന് 25 വയസ്സായിരുന്നു കാവ്യയുടെ പ്രായം. ബാങ്ക് ഉദ്യോഗസ്ഥനും ബിസിനസ്സുകാരനുമായിരുന്നു നിശാൽ ചന്ദ്ര. അത്യന്തം ആർഭാടത്തോടെ തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലുമായിരുന്നു. മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും പങ്കുവച്ച വീഡിയോകളും ദൃശ്യങ്ങളും എല്ലാം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു നിശാൽ ചന്ദ്ര കാവ്യയ്ക്ക് ജീവിതസഖിയായത്. വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന കാവ്യ ഭർത്താവിനൊപ്പം കുവൈറ്റിലേക്ക് ചേക്കേറി. അന്ന് നിശാൽ കുടുംബസമേതം കുവൈറ്റിലായിരുന്നു താമസം. പിന്നീട് കാവ്യയുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. 5 മാസത്തിനു ശേഷം ഒരു വാർത്ത പുറത്തു വരികയാണ് ചെയ്തത്. നിശാലുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുവാൻ കാവ്യ ശ്രമം ആരംഭിച്ചു എന്നതായിരുന്നു വാർത്ത. മാത്രമല്ല, ഗാർഹിക പീഡനം നിശാലിനും കുടുംബത്തിനും എതിരെ ഒരു കേസും നടി ഫയൽ ചെയ്തിരുന്നു. പിന്നീട് 1.5 വർഷക്കാലത്തോളം ഇരുവരും വിവാഹമോചന കേസിന് പിന്നാലെയായിരുന്നു. പിന്നീട് ഉഭയ സമ്മതപ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടതോടെ 2011 ഇവർ വേർപിരിഞ്ഞു. അപ്പോൾ ഗാർഹിക പീഡന കേസും കാവ്യ പിൻവലിച്ചു. വിവാഹമോചനം നേടി കോടതിക്ക് പുറത്തേക്ക് വരുന്ന വിശാൽ വൈകാരികമായാണ് പ്രതികരിച്ചത്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനും അവൻ്റെ വീട്ടുകാർക്കും ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ എന്നാണ് വിശാൽ പറഞ്ഞത്. എന്നാൽ മാധ്യമങ്ങൾ ചുറ്റും വളഞ്ഞുവെങ്കിലും ഒന്നും പ്രതികരിക്കാതെ നിൽക്കാതെ കാവ്യ പോയി. കാവ്യയ്ക്ക് എനിക്കും ഇടയിൽ സംഭവിച്ചത് മറ്റൊരു വശമുണ്ടെന്നും ഒടുവിൽ കുറച്ചു ആളുകൾക്ക് മനസ്സിലായി. എല്ലാത്തരം നുണകളും വളച്ചൊടിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനാണെന്നാണ് അവർ ആവർത്തിച്ച് പ്രസ്താവിച്ചത്. അത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. എനിക്ക് 2 ബിരുദാനന്തര ബിരുദമുണ്ട്. ഇതുവരെ നടന്നതൊക്കെ എനിക്കൊരു പേടി സ്വപ്നമാണ്. എല്ലാം കഴിഞ്ഞു എന്നതിൽ ദൈവത്തിന് നന്ദി എന്നാണ് വിവാഹമോചനത്തിന് ശേഷം വിശാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. കാവ്യയുമായി വേർപിരിഞ്ഞ് അമേരിക്കയിലേക്ക് വിശാൽ താമസം മാറി. മാത്രമല്ല, തന്നെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു പങ്കാളിയും കണ്ടെത്തി. പ്രമുഖ ബിസിനസ്മാൻ സുരേഷ് നാഥിന്റെ മകളും സമ്പന്നയുമായ രമ്യയാണ് വിശാൽ വിവാഹം ചെയ്തത്. 2013 മെയ് 13 ഇരുവരുടെയും വിവാഹം. ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള കൈവശമുള്ള ആളാണ് രമ്യ. കുടുംബസമേതം അമേരിക്കയിൽ സെറ്റിലാണ് വിശാൽ. ഏറ്റവും സമാധാനം സന്തോഷം നിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ ആസ്വദിക്കുന്നത്. ഇരുവർക്കും 2 മക്കളുണ്ട്. സോഷ്യൽ മീഡിയയിൽ കുടുംബചിത്രങ്ങൾ ഇടയ്ക്കിടെ വിശാൽ പങ്കുവെക്കാറുണ്ട്. മനസ്സ് തുറന്ന് ചിരിക്കുവാനും സന്തോഷിക്കുവാനും ഏറ്റവും അർഹതയുള്ള വ്യക്തിയാണ് വിശാൽ എന്നാണ് ഫോട്ടോയ്ക്ക് താഴെ പ്രേക്ഷകർ കമന്റുകൾ രേഖപ്പെടുത്തിയത്. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന കാവ്യ 2016 നടൻ ദിലീപിനെ വിവാഹം ചെയ്തത്. ഇരുവർക്കും മഹാലക്ഷ്മി എന്നൊരു മകളുണ്ട്. അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാവ്യ ദിലീപിനൊപ്പം ചെന്നൈയിലാണ് താമസം.